നമുക്കൊരു വചനം പഠിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. ബൈബിൾ ഉള്ളവർ തുറന്ന് വായിക്കാം. നമുക്ക് ഈ വചനം ഒന്ന് പഠിക്കാം. വചനം ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഒന്ന് ഏറ്റു പറയാവോ? ഏറ്റു പറഞ്ഞോ. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഇതാണ് വചനം. ഈ വചനം ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കാണാതെ പഠിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാണാതെ പഠിച്ചാൽ പോരാ, മറിച്ച് അത് ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കണം. വളരെ ശക്തമായ അഭിഷേകത്തിൻ്റെ ദൈവവചനമാണ്. ഈ വചനം കാണാതെ പഠിക്കാൻ, ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കാൻ പറയാൻ കാരണം, ഈ വചനം പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഇത് പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറത്തല്ല, അകത്ത് ചില കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വചനം വലതുകരം ഉയർത്തിപ്പിടിച്ചൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം, ഉച്ചത്തിൽ പറയൂ, ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, പറഞ്ഞേ, ദൈവമേ, ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവർക്ക് കൈ കെടുത്തോണ്ട് പറ, ഈ വചനം നിന്നിൽ സംഭവിക്കട്ടെ. ഏത് വചനം? ഇപ്പൊ പറഞ്ഞ ഈ വചനം, ഇത് നമ്മിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പുസ്തകമാണ് ഏത് പുസ്തകം? ഉൽപ്പത്തിയുടെ പുസ്തകം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? എത്ര അധ്യായങ്ങളുണ്ട്? 50 അധ്യായങ്ങളുണ്ട്. പഠിച്ചോണേ, എത്ര അധ്യായങ്ങൾ? 50 അധ്യായങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതൽ ഒരു പ്രത്യേക വ്യക്തിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചരിത്രം മുന്നോട്ട് നീങ്ങുന്നത്. അത് പൂർവ യൗസേപ്പാണ്. ഔസേപ്പ്, പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ച് വായിക്കുന്ന യൗസേപ്പ്, പൂർവ യൗസേപ്പ്. 37-ാം അധ്യായം മുതൽ ഇങ്ങനെ ആരംഭിച്ച് മുന്നോട്ട് നീങ്ങി ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം എന്തിനെക്കുറിച്ചാണെന്നറിയോ? ഈ ഔസേപ്പിൻ്റെ മരണമാണ്. ആ മരണത്തോടു കൂടിയാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു. പഴയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകം പറയ്, എത്ര അധ്യായം? 37-ാം അധ്യായം മുതൽ ആരുടെ ചരിത്രം? പൂർവ യൗസേപ്പ്. അങ്ങനെ തന്നെ പറഞ്ഞേ, പൂർവ യൗസേപ്പിന്റെ ചരിത്രം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ആരുടെ മരണത്തോടുകൂടി? പൂർവ യൗസേപ്പിന്റെ മരണത്തോടുകൂടി. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചോണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ വചനം പഠിച്ചാലുള്ള ഗുണം ഞാൻ പറഞ്ഞു. പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാക്കും, പുറത്തല്ല. നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പൂർവ യൗസേപ്പ് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ഈ യൗസേപ്പ് കടന്നുപോയ വഴികൾ
പഴയ ജോസഫ് കടന്നുപോയ വഴികൾ അത്ര നല്ല വഴികളാണോ? അല്ല. ഇത്രമാത്രം ജീവിതത്തിൽ നിന്ദനങ്ങളും പരിഹാസവും ഒറ്റപ്പെടലും അങ്ങനെ തുടങ്ങി അനുഭവിക്കാവുന്നത് മുഴുവൻ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ടാണ് പഴയ നിയമത്തിലെ യൗസേപ്പിനെ നമ്മൾ പരിചയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ പഴയ നിയമത്തിലെ യൗസേപ്പ് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുക, ഒരു കാര്യം പഠിപ്പിക്കാൻ പോവുക. ആ കാര്യമാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, പൂർവ്വ യൗസേപ്പ് നിന്നെ പഠിപ്പിക്കുന്നു. പറഞ്ഞു കൊടുത്തേ. പൂർവ്വ യൗസേപ്പ് നിന്നെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 37-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നത് ഈ ഔസേപ്പിനെ, ജോസഫിനെ സഹോദരന്മാർ വിൽക്കുന്നു, പിന്നീട് പൊട്ടക്കിണറ്റിലിടുന്നു. അങ്ങനെ തുടങ്ങി ഈ ഔസേപ്പ്, ജോസഫ് കടന്നു പോകുന്ന അനുഭവം നിസാരമല്ല, അങ്ങേയറ്റം വേദനാജനകമാണ്. സ്വന്തം സഹോദരന്മാരാണെന്ന് ഓർക്കണം. സ്വന്തം സഹോദരന്മാരാണ് അവനെ പൊട്ടക്കിണറ്റിലെറിയുന്നത്. നാട്ടുകാരാണോ? അല്ല, സ്വന്തം സഹോദരന്മാർ. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഉള്ളിൽ നന്നായിട്ട് മനസ്സിലാവും. കാരണം എങ്ങനെയാണെന്നറിയോ? സ്വന്തം വീട്ടിൽ നിന്ന്, അച്ഛാ അതാണ് അച്ഛാ വിഷമം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരാൾ പറഞ്ഞതുപോലെ, അച്ഛാ വേറെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എൻ്റെ അച്ഛാ എൻ്റെ സ്വന്തം സഹോദരൻ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അച്ഛാ, പക്ഷെ അവൻ അങ്ങനെ ചെയ്തു. താങ്ങാൻ പറ്റണില്ല, വിഷമേ, വല്ലാത്ത വിഷമാ. പഴയ നിയമത്തിലെ ജോസഫിനെ പഠിച്ചാൽ മതി. പഴയ നിയമത്തിലെ ജോസഫിനെ നാട്ടുകാരല്ല, സ്വന്തം സഹോദരന്മാർ. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ലല്ലല്ല, അവൻ നന്നായിട്ട് ജീവിച്ചു എന്നുള്ളതാണ് അവൻ്റെ കുഴപ്പം. അവനെ അവൻ്റെ സ്വന്തം സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടു. അവൻ്റെ സ്വന്തം സഹോദരന്മാർ വിറ്റു. അവനെ നശിപ്പിക്കാനുള്ള എല്ലാ വഴികളും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമത്തിലെ ജോസഫ് പിന്നീട് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും, പിന്നീട് രാജകൊട്ടാരത്തിലെത്തുന്നത്, തടവറയിൽ കിടക്കുന്നത്, പൊത്തിഫറിൻ്റെ കുടുംബത്തിലുണ്ടാവുന്ന സംഭവം, ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ മനുഷ്യൻ കടന്നു പോകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം ഞെരുക്കം ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. പുറത്തല്ല, അകത്ത്, ഉള്ളിൽ ശാരീരികമായിട്ട് അനുഭവിച്ചതിനേക്കാൾ കൂടുതലാണ് മാനസികമായി ഈ പഴയ നിയമത്തിലെ ജോസഫ് അനുഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാരീരികമായ രോഗമാണോ വേദന ഉണ്ടാക്കുന്നത്, മാനസികമായ രോഗമാണോ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ അറിവ് എങ്ങനെയാ ചേട്ടോ? എങ്ങനെയാ അറിവ്? ശാരീരികമായ ഒരു രോഗമാണോ മാനസികമായിട്ടുള്ളൊരു ഭാരമാണോ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്? പറഞ്ഞേ. മാനസികമായ വിഷമം അല്ലേ? ഉള്ളിൽ അനുഭവപ്പെടുന്ന വിഷമം, അത് വല്ലാത്ത വിഷമാണ്. കാരണം വേദന കൂടാൻ കാരണം എന്താ? ഒരു മനുഷ്യനും ഇത് മനസ്സിലായില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളെല്ലാവരും നല്ല ടിപ്പ് ടോപ്പായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഞായറാഴ്ച ദിവസം നല്ല സുന്ദരിമാരായി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇപ്പം നിങ്ങളും ഞാനും ഒക്കെ ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകുമോ? അയാളുടെ നടപ്പും ഇരിപ്പും ചിരിയും അയാൾ വന്ന വണ്ടിയും അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുമോ അയാളുടെ ഉള്ളിലുള്ള വിഷമം? മനസ്സിലാകത്തില്ല, അതകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളിവിടെ ധ്യാനിക്കാൻ വന്ന ഒരു സ്ത്രീ വന്നത് കാറയിലാണ്. അത്യാവശ്യം കഴുത്തിലും കയ്യിലൊക്കെ ഒത്തിരി സ്വർണ്ണമൊക്കെ ഉണ്ട്. നല്ല മിടുക്കിയായിട്ടുള്ളൊരു ചേച്ചി. ധ്യാനമൊക്കെ കൂടി ധ്യാനത്തിൻ്റെ 1-ാം ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഈ ധ്യാനത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നൊരു സ്ത്രീയാണ്. കണ്ടാ
കണ്ടാ തോന്നുവോ? ഇല്ല. ഞാൻ സംസാരിച്ച് വന്നപ്പോഴാണ് ഈ സ്ത്രീ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ ആ തീക്കകത്താണ് ഇരിക്കുന്നത്, തീക്കകത്ത്. അപ്പോൾ ആരോ പറഞ്ഞ് ഈ ആലയത്തിലെത്തി. ആ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഞാൻ ഇന്നിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്നൊരു സ്ത്രീയാണ്. പുറമേ കണ്ടാ വല്ലതും തോന്നുവോ? സ്വർണ്ണമുണ്ട്, നല്ല സാരി ഉടുത്തിട്ടുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, വന്നതൊരു വണ്ടിയേലാണ്, എല്ലാം ടിപ് ടോപ്പ്. പക്ഷേ അകത്ത് അനുഭവിക്കുന്ന തീയ് അതൊരു മനുഷ്യനും മനസ്സിലായേല. അത് വല്ലാത്ത വേദനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ ഓർത്തോ, നിന്റെ ഉള്ളിലുള്ള വിഷമം ഈശോയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ വചനം നിനക്ക് വേണ്ടി ഈശോ സമ്മാനിക്കുന്നത്. ഏതെങ്കിലും വലിയ ഒരു പ്രതിസന്ധിയും വിഷമവും ആയിട്ട് എന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റിയാല, ഞാൻ പെട്ടു, എൻ്റെ ജീവിതം തീർന്നു എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചോ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചോ, പരാജയപ്പെട്ടെന്ന് ചിന്തിച്ചോ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉള്ളിലെ കാര്യങ്ങൾ ഈശോയ്ക്ക് നന്നായി അറിയാം. ഈശോ നിന്നെ മനസ്സിലാക്കുന്നു. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ ഈശോയ്ക്ക് നിന്റെ ഉള്ളറിയാം. പറഞ്ഞു കൊടുത്തേ. ധൈര്യമായിട്ട് പറയും, നോക്കാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ. ധ്യാന കേന്ദ്രത്തിലല്ലേ. ഈശോയ്ക്ക് നിന്റെ ഉള്ളറിയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ പുറമേയുള്ളതല്ല, നിന്റെ ഉള്ള് ഈശോയ്ക്ക് നന്നായി അറിയാം. പഴയ നിയമത്തിലെ ഔസേപ്പ് കടന്നുപോയ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും ഞെരുക്കമാണ്. ഒരു മനുഷ്യൻ സഹായിക്കാനില്ല. പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരാണ് പൊട്ടക്കിണറ്റിലിട്ടത്. പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരാണ് വിറ്റത്. സഹായത്തിന് വേണ്ടി എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആ ഉള്ള സഹായം കൂടെ കൈവിട്ടു പോകുന്നു. മൊത്തം തകർച്ചയും ദുരിതവും. എന്നാൽ കാലം മുന്നോട്ട് നീങ്ങി സ്വർഗത്തിലുള്ള ദൈവം, ഈ ഉള്ളിലെ വിഷമം കണ്ട ദൈവം, ഇവൻ്റെ നന്മ കണ്ട ദൈവം ഈ ജോസഫിനെ പിന്നീട് ഇങ്ങനെ ഉയർത്തുന്നൊരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയം, ആ ദേശത്തെ ഒരു അധിപനായിട്ട് ദൈവം ഉയർത്തി നിൽക്കുമ്പോൾ പഴയ സഹോദരന്മാര്, കുഴിയിലിട്ടവര് വീണ്ടും അവിടെ വന്നു. പണ്ട് കുഴിയിലിട്ടവര്, വിറ്റവര്, അവരെല്ലാവരും കൂടെ കാൽ ചുവട്ടിൽ കസേരയിൽ ആരിയ്ക്കുന്നു? പറയൂ. ജോസഫ് ഇരിക്കുന്നു. പണ്ട് കുഴിയിലിട്ട ആള് കസേരയിൽ ഇരിക്കുന്നു. മറ്റുള്ളവർ മുമ്പിൽ വന്ന് കാൽ വീണിൽ പ്രാർത്ഥിക്കുന്നു. കാലേ വീണ് കിടക്കുന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ ചേട്ടാ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? അതായത് നമ്മളെ കുഴിയിലിട്ടവൻ, നമുക്ക് വേണ്ടി പാര വെച്ച് നമ്മളെ നശിപ്പിച്ചവൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ യാചിച്ച് നിൽക്കുന്നു. നമ്മൾ കസേരയിലിരിക്കുന്നു. നമ്മൾ എന്തു ചെയ്യും? പറ്റിയ സമയമാണ് ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ. നീ ആരാണെന്നാണ് വിചാരം? അല്ലേ? നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇത് പറ്റിയ സമയമാണ് അവനെ ശരിയാക്കാൻ. എന്നാൽ പൂർവ്വ യൗസേപ്പ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നൊരു പാഠം, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. ജോസഫ് പറയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. സത്യം. ജോസഫ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പാര വെച്ചു, നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. സത്യമായ കാര്യം, നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഔസേപ്പ് പറഞ്ഞത്? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദേ ഇത് നിനക്കുള്ളൊരു സമ്മാന വചനമാണ്. നീ വിശ്വസിച്ചുകൊള്ളുക. നിന്റെ ജീവിതത്തിൽ നിന്നെ ചതിച്ചവർ, നിന്നെ വിഷമിപ്പിച്ചവർ, നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചവർ, നിന്നെ ഒറ്റപ്പെടുത്തിയവർ ഒത്തിരി പേരില്ലേ? ഉണ്ടല്ലോ, ഒത്തിരി പേരുണ്ട്. നീ ഇന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് നീ പറയുന്ന കാര്യം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞു കൊടുത്താലോ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. സന്തോഷത്തോടെ പറഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞു കൊടു. ചിലർക്ക് അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ പറഞ്ഞ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ ഇത് ഇന്നത്തെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യം. നിന്റെ ജീവിതത്തിൽ നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചവരും നിന്നെ വിഷമിപ്പിച്ചവരും നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ ഇന്ന് നീ പ്രഖ്യാപിക്കുന്ന കാര്യം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, സത്യമായ കാര്യം. പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. കാരണം ഇത് യൗസേപ്പ് പറയുമ്പോ ഈ യൗസേപ്പ് ഇരിക്കുന്ന കസേര എവിടെയാണെന്നറിയോ? എവിടെയാണോ ഈ മനുഷ്യൻ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ ഒറ്റപ്പെട്ടത്, എവിടെയാണോ വെറുക്കപ്പെട്ടത്, അവിടെ തന്നെ ദൈവം ഉയർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ ദേശത്താണ് ഔസേപ്പ് കാരാഗ്രഹത്തിൽ കടന്നത്. ആ ദേശത്താണ് ഒറ്റപ്പെട്ടത്. ആ ദേശത്താണ് നിന്ദിക്കപ്പെട്ടത്. ആ ദേശത്താണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണോ നീ കരഞ്ഞത് അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റും. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ചേ. നല്ല കൈയടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ആത്മീയ സത്യമാണ്. ഇതെന്തിനത് പഠിക്കണമെന്നറിയോ? ഇന്ന് നീ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു സങ്കടമോ ഭാരമോ വിഷമോ ഉണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോണം, ഇവിടെ തന്നെ എൻ്റെ ദൈവം എന്നെ ഉയർത്തും. അതാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പ്. നീ എവിടെയാണോ കരയുന്നത്, നീ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, നീ എവിടെയാണോ ഒറ്റപ്പെട്ടത്, നീ എവിടെയാണോ നാണം കെട്ടത്, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ജോസഫ് പറയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി, നന്മയാക്കി മാറ്റി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം നീ അനുഭവിക്കുന്ന വിഷമം ആർക്കറിയാം? ദൈവത്തിനറിയാം. നിന്റെ ഉള്ളിലുള്ള വിഷമം ദൈവത്തിനറിയാം. ദൈവം അത് കാണുന്നു. ആ വിഷയത്തിൽ ദൈവം ഇടപെടും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ആവർത്തിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യമാണിത്. നിങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ. ഏത് കാര്യമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്താൻ തുടങ്ങും. അതാണ് ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക സത്ത്. നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം, ഭർത്താവ് എന്നോട് പറയുകയാണ്, ഭാര്യയുണ്ട്. ആ വീട്ടിൽ ചെന്നപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ മെച്ചമുള്ള ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന കുടുംബമാണ്. ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ ദേ എൻ്റെ ഭാര്യ, അച്ഛാ ഇവള് വല്ല കന്യാസ്ത്രീ മഠത്തിലും ചേരേണ്ട ആളായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? എൻ്റെ അച്ഛാ ഈ വീട്ടിൽ എന്നാ പ്രാർത്ഥനയാണെന്നറിയാവോ? മുഴുവൻ നമ്മൾ ഈ സമയവും പ്രാർത്ഥനയോട് പ്രാർത്ഥന. അച്ഛൻ പോകുമ്പോൾ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോക്കൂ. കാരണം എപ്പോഴും പ്രാർത്ഥനയാ അച്ഛാ, എപ്പോഴും പ്രാർത്ഥന. ടെലിവിഷൻ എങ്ങാനും ഓൺ ചെയ്ത് കഴിയുമ്പോൾ സിനിമയോ മറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും കാണാൻ പോകുമ്പോൾ അപ്പം ഇവള് പറയും, ശാലോം ടെലിവിഷൻ വയ്ക്ക്, ഗുഡ്നസ് ടെലിവിഷൻ വയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ ആത്മീയത മാത്രം. ഇങ്ങനെ മനുഷ്യരുണ്ടോ അച്ഛാ? ഇവള് വല്ല കന്യാസ്ത്രീ മഠത്തിലും ജീവിക്കേണ്ടതായിരുന്നു. ഞാനിത് പറയുമ്പോൾ ചിലർ പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ വീട്ടിലും അങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ.
എന്ന് മാത്രമല്ല, ഈ ഭാര്യനെ അവിടെ നിന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കിയൊക്കെ ചെയ്തു. പ്രാർത്ഥനക്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി. എൻ്റെ പ്രിയപ്പെട്ടവർ, അധിക ദിവസം ആയിട്ടില്ല, ഇയാളുടെ ബിസിനസ്സിൽ വലിയൊരു പരാജയമൊക്കെ പറ്റി വലിയ സങ്കടത്തിലും വിഷമത്തിലൊക്കെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവരിവിടം വരെ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഭാര്യയുണ്ട് കൂടെ. ഞാൻ നോക്കുമ്പോൾ ഭാര്യയുടെ കൈയും പിടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഭാര്യയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ട് പറയുക, അച്ഛാ, അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാലോ, വലിയ വിഷമത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ ദേ ഇന്നൊന്ന് പിടിച്ചു നിൽക്കുന്നത് ഇവളുടെ പ്രാർത്ഥന, അതൊന്നുകൊണ്ട് മാത്രമാച്ചാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛാ, അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാലോ, വലിയ വിഷമത്തില്ല, പക്ഷേ ഒന്ന് പിടിച്ചു നിൽക്കുന്നത് അത് ഇവളുടെ പ്രാർത്ഥന, അതൊന്നുകൊണ്ട് മാത്രമാണെന്ന്. അതായത് ഈ സ്ത്രീയെ കളിയാക്കി പറഞ്ഞ ആള് തന്നെ ദേ ഇവിടെ ആ ഭാര്യനെ ഉയർത്തി നിർത്തുകയാണ്. എവിടെയാണോ കരഞ്ഞത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, അവിടെ തന്നെ ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ആ സാഹചര്യങ്ങൾ തന്നെ ക്രമീകരിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വായിച്ച് ധ്യാനിക്കാൻ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-ാം തിരുവചനം നമുക്ക് പരിചയമുള്ളൊരു വചനഭാഗമാണ്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. എന്ത് കടന്നു? ചെങ്കടൽ കടന്നു. കടല് കടന്ന് അവർ കരയിലേക്ക് കയറി. ആ സ്ഥലത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. 23-ാം തിരുവചനം, അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. ഏതാ സ്ഥലം? ഉച്ചത്തിൽ പറയൂ, മാറ. മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. ആ കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവനൊരു തടിക്കഷണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കയ്പുള്ള വെള്ളം, കയ്പുള്ള വെള്ളം ദൈവം മധുരമാക്കി മാറ്റി. വേറെ വെള്ളം കൊണ്ടുവന്നോ? വേറെ വെള്ളം കൊണ്ടുവന്നോ? കയ്പുള്ള അതേ വെള്ളത്തെ തന്നെ ദൈവം മധുരമുള്ളതാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും ചില കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവും. കയ്പുള്ള മനുഷ്യർ ഉണ്ടാവും, ഇല്ലേ? ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ കയ്പാണ്. അച്ഛാ, കയ്പ് കയ്പ് കയ്പ്, അയ്യോ അവളുടെ സ്വഭാവം ശരിയല്ല. നേരെ തിരിച്ചും ഭാര്യ ചിന്തിക്കുകയാണ്, ഭർത്താവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അച്ഛാ ദുഃഖം, കയ്പ്, നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. എന്നാൽ നീ വിശ്വസിക്കണം, ഇതേ കയ്പുള്ള നെഗറ്റീവ് ദുഃഖത്തെ ദൈവം മധുരമുള്ളതാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ വെള്ളം കൊണ്ടുവന്നിട്ടല്ല, വേറെ ഭർത്താവിനെ, വേറെ ഭാര്യയെ കൊണ്ടുവന്നിട്ടല്ല, നിനക്കുള്ള ജീവിത സാഹചര്യത്തെ തന്നെ ദൈവം മാറ്റും, മധുരമുള്ളതാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിലുള്ള കയ്പിനെ ദൈവം മധുരമാക്കി മാറ്റും. പറഞ്ഞു കൊടുത്താലോ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നിന്റെ ഉള്ളിലുള്ള കയ്പിനെ ദൈവം മധുരമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സാഹചര്യം, അതാണ് അതിന്റെ പ്രത്യേകത. അതേ സാഹചര്യം, അതേ അന്തരീക്ഷം, അതേ വ്യക്തികൾ, എല്ലാം അതുപോലെ തന്നെ ദൈവം ആ വിഷയത്തിൽ, ആ സാഹചര്യത്തിൽ ഇടപെടാൻ തുടങ്ങും. നമ്മൾ നിന്ദിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, കരയുന്ന അതേ സാഹചര്യം തന്നെ ദൈവം ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള കുടുംബം, ആ കുടുംബത്തിലെ മൂത്ത മകൻ താൻ തോന്നി, പ്രശ്നക്കാരൻ, ഗുണമില്ലാത്തവൻ. അദ്ദേഹത്തിന് തൊട്ടു താഴത്ത് എല്ലാവരും പഠിപ്പിസ്റ്റുകളായിട്ടുള്ള കുറേ പേര്. മൂത്തവൻ പഠിക്കാൻ കൊള്ളിയല്ല. അപ്പം എനിക്ക് പരിചയമുള്ള കുടുംബത്തിൽ കാണുന്ന നിത്യം കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ മൂത്തവനെ വീട്ടുകാരെ എപ്പോഴും കളിയാക്കും, കുറ്റം പറയും. നിന്നെ എന്തിനു കൊള്ളാം? മലയാളത്തിൽ പറയുമല്ലോ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളിയേല, 10 പൈസയുടെ ഗുണമുണ്ടോ, ദേ നീ കണ്ടുപഠിക്ക്. അപ്പോൾ ബാക്കിയുള്ളവർ പഠിപ്പിസ്റ്റുകളാണ്, എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവരാണ്. അവർ പഠിച്ച് അവര് ഇപ്പോൾ വിദേശത്തെത്തി. കഴിഞ്ഞ നാളിൽ ഞാൻ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുണ്ട്, അപ്പം മരിച്ചുപോയി, അമ്മയുണ്ട്. അമ്മ കിടപ്പ് രോഗിയാ. വീട്ടിൽ വേറെ ആരുമില്ല, മൂത്ത മകനുണ്ട്, വേറെ ആരുമില്ല, മൂത്ത മകനും ഭാര്യയുണ്ട്. ഇപ്പോൾ ഈ അമ്മ, കിടപ്പ് രോഗിയായ അമ്മയ്ക്ക് വെള്ളം ഗ്ലാസ്സിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് മൂത്ത മകനാണ്. അമ്മ രാത്രിയിൽ, അമ്മയ്ക്ക് ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റൊക്കെ പോവും. അപ്പം അതുകൊണ്ട് രാത്രിയിൽ അമ്മ കിടക്കുമ്പോൾ അമ്മയുടെ കൂടെ കട്ടിലേ കിടന്ന് അമ്മയെ സംരക്ഷിക്കുന്നത് മൂത്ത മകനാണ്. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഇവനെയാണ് ഇത്രയും നാളും ഈ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തിനു കൊള്ളാം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാമോ, 10 പൈസയുടെ ഗുണമുണ്ടോ എന്നൊക്കെ എന്നിട്ട് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറഞ്ഞവരൊക്കെ പിടിച്ചും അവർ വിദേശത്തെത്തി. ഇപ്പം കൂടെ ജീവിക്കുമ്പോൾ ഒരു മരുന്നൊരു ഗുളിക എടുത്തു തരാൻ, അല്പം കഞ്ഞിവെള്ളം എടുത്തു തരാൻ വേറെ ആരുമില്ല. തള്ളിക്കളഞ്ഞ, കൊള്ളിയേലെന്ന് പറഞ്ഞ, ഗുണമില്ലെന്ന് പറഞ്ഞ അതേ ആളെ തന്നെ, വേറെ വേലക്കാരനൊന്നും വെച്ചിട്ടില്ല, വേലക്കാരിയൊന്നും വെച്ചിട്ടില്ല, അതേ ആളെ തന്നെ ദൈവം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ശരിയാച്ചാ, എൻ്റെ വീട്ടിൽ അവരൊക്കെ കഴിവുള്ളവര്, പഠിക്കാൻ കഴിവുള്ളവർ, അവരൊക്കെ ഉന്നത നിലയിലെത്തി, ഞാൻ മാത്രം അവസാനം അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളത് കൊണ്ട് അച്ഛാ അപ്പനും അമ്മേനെയൊക്കെ നോക്കി മതിയെന്ന്. അത് മതി. നിന്റെ ജീവിതത്തിൽ നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു ഇടപെടലാണത്. നീ ഒരു സമയത്ത് കരഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ദൈവം നിന്നെ കൊണ്ട് എത്തിച്ച് മറ്റൊരു കൃപയിലേക്ക് നിന്നെ ഉയർത്തി. ഹല്ലേലൂയ. കാനായിലെ വിവാഹ വിരുന്നിൽ എന്തു ചെയ്തു? വീഞ്ഞു തീർന്നു പോയപ്പോ ഈശോ പറഞ്ഞു, ദേ വെള്ളം ഒഴിക്ക്. വെള്ളം ഒഴിച്ചു. വേറെ വീഞ്ഞു കൊണ്ടുവന്നോ? ഇല്ല. അതേ വെള്ളത്തെ, ആ പച്ചവെള്ളത്തെ തന്നെ ദൈവം വീഞ്ഞാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സാഹചര്യത്തെ തന്നെ ദൈവം അനുഗ്രഹമുള്ള, മധുരമുള്ളതാക്കി മാറ്റും. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈശോയുടെ ഒരു സൗഖ്യത്തിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയായിരുന്നു. പത്രോസിനെ കുറിച്ച് ചിന്തിച്ചേ. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കേണ്ട ഒരു വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 18, 18-ാം അധ്യായം 25 മുതലുള്ള വചനം. അവിടെ പത്രോസിനെ കുറിച്ച് നമ്മൾ സുന്ദരമായൊരു കാര്യം നമ്മൾ വായിച്ചു പഠിക്കുകയാണ്. 25, ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല എന്ന് അവൻ തള്ളിപ്പറഞ്ഞു. ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. എങ്ങനെ നിൽക്കുകയായിരുന്നു? പറയ്. തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈശോയെ അറിയില്ല എന്ന് എത്ര തവണ പറയ്. ആരോട് പറഞ്ഞു? അവിടെ നിന്ന ഒരു സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് നിന്നെ അറിയില്ല. ഇവൻ ആരാ? അറിയില്ല എന്ന് എവിടെ വെച്ച് പറഞ്ഞു? തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. ഈശോയുടെ സൗഖ്യത്തിൻ്റെ രീതി, ആ ട്രീറ്റ്മെന്റ് എങ്ങനെയാ നോക്കിക്കേ. 21-ാം അധ്യായം 9-ാം തിരുവചനം പത്രോസിനെ കുറിച്ചാണ്. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് ഈ പത്രോസിനെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ അവിടെ തീ കൂട്ടി ഇതാ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ്.
പണ്ട് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്, അധിക ദിവസങ്ങളായിട്ടില്ല, അറിയില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈശോ ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എത്ര തവണ? 3 തവണ. 3 തവണ തള്ളിപ്പറഞ്ഞു. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതേ അന്തരീക്ഷം ഒരുക്കി ഈശോ അവനെ വീണ്ടും ഒരു സൗഖ്യ ശുശ്രൂഷയിലേക്ക് നയിക്കുകയാണ്. അതേ അന്തരീക്ഷം, അതേ ആളുകൾ, അതേ ജീവിതാനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയാണോ നീ കരഞ്ഞത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ ഒറ്റപ്പെട്ടത്, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. വലതുകരം ഉയർത്തി ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഡൽഹിയിൽ നമ്മുടെ ധ്യാന മന്ദിരത്തിലായിരുന്ന സമയത്ത് അവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കന്യാസ്ത്രീ, റവറൻ സിസ്റ്റർ. ഈ സിസ്റ്റർ വളരെ സങ്കടത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഈ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ വലിയ ഒരു ധർമ്മ സങ്കടത്തിലാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, അച്ഛൻ എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞു, എന്താ സിസ്റ്ററെ കാര്യം? അച്ഛാ, ഞാനിപ്പോൾ ഒരു സ്കൂളിലാണ്, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്കൂളിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളാണ് ഞാൻ ക്രമീകരിക്കുന്നത്. അവിടെ ഒരു കൺസ്ട്രക്ഷനോട് ബന്ധപ്പെട്ട് അച്ഛാ, ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ കോൺവെന്റിലൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ, എല്ലാവരും എൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അച്ഛാ, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല അച്ഛാ, പക്ഷേ എല്ലാവരും എനിക്ക് നേരെ വിരൽ ചൂണ്ടി നീ കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുക. എനിക്ക് സമാധാനം ഇല്ല അച്ഛാ, എനിക്ക് സമാധാനം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ വീടുകളിൽ സിസ്റ്റേഴ്സോ അച്ഛന്മാരോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അങ്ങനെ വീടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ, സ്വന്തം വീട്ടിൽ വേണമെന്നില്ല, സഹോദരങ്ങളോ കുടുംബങ്ങളിലൊക്കെ അച്ഛന്മാരോ സിസ്റ്റേഴ്സൊക്കെ ഉള്ളവരെന്ന് കൈപൊക്കിക്കേ. ആ, കൊള്ളാം, നല്ല കാര്യം, കൈ താത്തിക്കേ. ദേ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോൺ വിളിച്ചിട്ട് അവരോട് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ അന്വേഷിക്കണം. ചെയ്യൂ? അതോ കല്യാണത്തിന് വരുന്നില്ലേ, എന്താ വരാത്തത് എന്നല്ല ചോദിക്കേണ്ടത് കേട്ടോ. കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഇടയ്ക്കിടയ്ക്ക് അവരോടൊക്കെ ഒരു കൊച്ചു വർത്തമാനം, പിന്നെ ആരാ അവരെ വിളിക്കാനും സ്നേഹിക്കാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ സിസ്റ്റർ മലയാളിയാണ്, നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ കരഞ്ഞുകൊണ്ട് പറയുക, അച്ഛാ, ഭയങ്കര വിഷമത്തിലാച്ചാ, എൻ്റെ ഉള്ളിലൊരു ചിന്ത, അതായത് മഠം വിട്ടു പോയേക്കാം അച്ഛാ, ഞാൻ മടുത്തു, ഇവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് ഞാൻ മടുത്തു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഞാനാണ് ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതെന്ന് ഇവർ പറയുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. വലിയ വിഷമം. പ്രൊവിൻഷ്യാളമ്മ എന്നെ ചോദ്യം ചെയ്തു, മറ്റ് കൗൺസിലേഴ്സ് എന്നെ ചോദ്യം ചെയ്തു. ഞാൻ ആകെ പ്രതിസന്ധിയിലാണ്, എനിക്ക് സങ്കടം, അരിശം, ദേഷ്യം. ഞാൻ ഈ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ, പ്രൊവിൻഷ്യാളമ്മ വിളിച്ചിട്ടാണോ കന്യാസ്ത്രീ ആകാൻ വന്നത്? ആണോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞല്ല, ആര് വിളിച്ചിട്ടാ വന്നേ? ഈശോ വിളിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊവിൻഷ്യാളമ്മ എന്തെങ്കിലും പറഞ്ഞു എന്നോർത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ഇട്ടിട്ട് പോണോ? പാടില്ല. സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്ന് കുറച്ച് ദിവസം പ്രാർത്ഥിക്ക്, ശാന്തമാകുക. അപ്പോൾ ആ സിസ്റ്റർ അതെല്ലാം അനുസരിച്ചു. പിന്നീട് കോൺവെന്റിലൊക്കെ പോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ചാപ്റ്റർ, അവരുടെ പ്രൊവിൻഷ്യൽ ചാപ്റ്റർ എലക്ഷനായി. അടുത്ത പ്രൊവിൻഷ്യാളും കൗൺസിലേഴ്സിനും തിരഞ്ഞെടുത്തു. ഇലക്ഷൻ്റെ അന്ന് രാത്രിയിൽ ഫോൺ വിളിച്ച് അങ്ങേ തലക്കിൽ നിന്ന് ഈ കന്യാസ്ത്രീ പറയാണ്, അച്ഛാ, പ്രൈസ് ദി ലോർഡ്, ദൈവം ജീവിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്ററെ ഇങ്ങനെ പറയാൻ കാരണം? സിസ്റ്ററിന്റെ വിഷമമൊക്കെ മാറിയോ? അച്ഛാ, ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞു, എന്നെ ഇവരെല്ലാവരും കൂടെ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ കൗൺസിലറായിട്ട്, ഫിനാൻസ് കൗൺസിലറായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സിസ്റ്റർ പറയാ, അച്ഛാ, ഞാൻ ഇവിടെയാണ് അച്ഛാ കരഞ്ഞത്, ഈ വിഷയത്തിലാണ് അച്ഛാ ഞാൻ നൊമ്പരപ്പെട്ടത്, ഇവിടെയാണ് ഞാൻ ഒറ്റപ്പെട്ടത്, തെറ്റിദ്ധരിക്കപ്പെട്ടത്, ഇവിടെ തന്നെ ദൈവം എന്നെ ഉയർത്തി. മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണോ നീ കരയുന്നത് അവിടെ തന്നെ. ഇപ്പൊ ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചെങ്കടൽ,
ഓ ഇനി എങ്ങനെ അപ്പുറത്തോട്ട് പോകും, രക്ഷപ്പെടിയല, തീർന്നു അല്ലേ? മലയാളത്തിൽ നമ്മൾ അതിനെ ചില പഴമൊഴികളൊക്കെ വിളിക്കും. ചെകുത്താനും കടലിനും നടുക്ക്, മുമ്പോട്ടും പോകാൻ മേല പുറകോട്ടും പോകാൻ മേല, പെട്ടു. പുറകിലതാ ഫറവോയുടെ സൈന്യം, മുമ്പോട്ട് പോകാൻ മേല, മുമ്പിൽ ചെങ്കടൽ. എന്ത് ചെയ്യും? ആ കടലിനെ നമ്മൾ ഇന്ന് രക്ഷയുടെ കടലെന്നാ പറയുന്നേ. കാരണം ചെങ്കടല് പോലത്തെ ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവം ഒരു വഴി തുറക്കും. അതേ പ്രതിസന്ധിയെ തന്നെ ദൈവം ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. 16:20 അധ്യായം 20 തിരുവചനം, നല്ല സുന്ദരമായൊരു വചനം. ഇതാ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഏറ്റു പറഞ്ഞേ, എന്റെ ദുഃഖം സന്തോഷമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദുഃഖം സന്തോഷമായി മാറും. സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ഒരു 3-4 പേർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറ, നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. മാറും. നീ അത് വിശ്വസിക്കുന്നു, അത് വിശ്വസിച്ചേറ്റെടുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നത് 13 വർഷം മുമ്പ് ഈ പോട്ടാശ്രമത്തിൽ ഞാനിവിടെ ഒരു 4 വർഷക്കാലം പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു അമ്മയും മകളും ഈ ചാലക്കുടിയിൽ നിന്ന് വലിയ ദൂരമല്ലാത്ത ഒരു സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അന്ന് വന്നത് മകളെ ഓർത്തുകൊണ്ട് കരഞ്ഞോണ്ട് വന്ന അമ്മ, മകളുണ്ടാക്കിയ കുറെ പൊല്ലാപ്പിനെ ഓർത്ത് കരഞ്ഞു വന്ന അമ്മ, വലിയ വിഷമം, ഭാരം. മകളെ ഉപദേശിച്ചിട്ട് ശരിയാവുന്നില്ല, ഒരു വല്ലാത്ത സ്വഭാവം, ആകെ പ്രതിസന്ധി. എന്നിട്ട് ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഇവളെ പെറ്റത് അന്ന് മുതൽ എനിക്ക് സങ്കടം അച്ഛാ. ഇവളെ പ്രസവിച്ച അന്ന് മുതൽ എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഇവള് കണ്ണുനീരിൻ്റെ പുത്രിയാ അച്ഛാ. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇവള് കണ്ണുനീരിൻ്റെ പുത്രിയാ, ഇവളെ എന്തെല്ലാം പ്രശ്നങ്ങളാച്ച, ഒരു സ്വസ്ഥതയില്ല. വർഷങ്ങൾ കുറെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഓർക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത, ഒരു പെൺകുട്ടി ഒരു പ്രത്യേക മേഖലയിൽ വലിയ ഉന്നത വിജയം വരിച്ചു എന്നുള്ളൊരു പത്രത്തിലെ വാർത്ത. ഈ വാർത്താ പേപ്പറും പിടിച്ചുകൊണ്ട് ഇവിടെ ഒരമ്മ വന്നു. എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലയത്തിൽ വന്ന് എൻ്റെ മകളുമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചതാ. അച്ഛാ ഈ പേപ്പർ കട്ടിങ് കണ്ടോ, ഇതെൻ്റെ മകളാ അച്ഛാ. അച്ഛാ ഇവളെൻ്റെ മകളായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഓ, ഇതേ അമ്മയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞത്, അച്ഛാ കണ്ണുനീരിൻ്റെ പുത്രിയ, ഇവളെ പ്രസവിച്ച അന്ന് മുതൽ കരച്ചില. കാലം അങ്ങ് മാറ്റിയെടുത്തു, പല വഴികൾ ദൈവം അങ്ങ് മാറ്റിയെടുത്തു. അതേ വ്യക്തിയെ കർത്താവ് ഇതാ ജനതയുടെ മുമ്പിൽ പത്രത്തിലൊക്കെ പടം അടിച്ചു വെച്ച് വലിയൊരു നേട്ടം കൈവശമാക്കിയതിനെ അഭിമാനത്തോടെ ഇന്ന് ഈ അമ്മ എല്ലാവരോടും പറയണത്, ഈ മകളുടെ അമ്മയാണ് ഞാൻ. പണ്ട് അന്ന് വന്നപ്പോൾ ഒരു സ്കൂളിൻ്റെ പ്രശ്നത്തോട് ബന്ധപ്പെട്ടാ വന്നത്. സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. അന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ അമ്മ പറഞ്ഞത്, അച്ഛാ ഇവളുടെ അമ്മയാണെന്ന് പറയാൻ നാണക്കേടാ അച്ഛാ, നാണക്കേട്. അതേ അമ്മ ഇന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുക, ഇവളുടെ അമ്മയാ ഞാൻ. മനസ്സിലാവണുണ്ടോ? അതേ സാഹചര്യം, അതേ വ്യക്തികൾ, അതേ അന്തരീക്ഷം ദൈവം ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ ഒരുക്കണം എന്തിനാണെന്നറിയാവോ? പഴയ നിയമത്തിലെ ജോസഫ് പറഞ്ഞ കാര്യം ഓർക്കണം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, സത്യം, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗൾഫിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ തൃശ്ശൂരുള്ള സ്വദേശിയായിട്ടുള്ളൊരു ചേട്ടനാണ്. അദ്ദേഹം അവിടെ ചെന്ന് വർഷങ്ങൾക്ക് മുമ്പ്, കുറെ വർഷമായി ഗൾഫിലെത്തിയിട്ട്, ഗൾഫിലെ ആദ്യകാല കുടിയേറ്റക്കാർ അവിടെ ഇവിടുന്ന് ചെന്നിരിക്കുന്ന അദ്ദേഹം ഇപ്പൊ അവിടുത്തെ വലിയൊരു ബിസിനസ്സുകാരൻ. ഈ തൃശ്ശൂർ പ്രദേശത്ത് നിന്ന് കുറേ പേരെ കൊണ്ടുപോയിട്ടുണ്ട്. വലിയൊരു മിടുക്കനായ ചേട്ടൻ. ഈ ചേട്ടൻ എന്നോട് സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛാ അതേ സത്യത്തിൽ ഞാൻ വീട് വിട്ടു പോന്നതാ. അതായത് വീട്ടിൽ എനിക്ക് അർഹതപ്പെട്ട രീതിയിൽ എന്നെ അവർ പരിഗണിക്കുന്നില്ല എന്നുള്ള വിഷമം. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ടതാ, പക്ഷേ
വീട്ടിൽ വീതം വെപ്പ് നടന്നപ്പോൾ എന്നെ അവർ പരിഗണിച്ചില്ല. അന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. വളരെ വർഷങ്ങൾ ഞാൻ പാടുപെട്ട് ജീവിച്ചു. പക്ഷെ ഇന്ന് അച്ഛൻ കണ്ടില്ലേ, ഇത്രയും സ്റ്റാഫ് എനിക്കുണ്ട്, ഇത്രയും പേരെ ഞാൻ കൊണ്ടുവന്നു. ഇതൊക്കെ എങ്ങനെയാണെന്നറിയോ? അന്ന് ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയത് കൊണ്ടാണ്. അന്ന് ഞാൻ ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി. ഇന്ന് എനിക്ക് വലിയ അംഗീകാരം, സ്നേഹം. പ്രിയപ്പെട്ടവർ, ഇദ്ദേഹം പറഞ്ഞത് ഇത് പറഞ്ഞതാ, ഈ വചനാണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് കണ്ണടച്ചേ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി, ഇടതുകരം പറ്റുമെങ്കിൽ നെഞ്ചോട് ചേർത്തോ, എന്നിട്ട് കണ്ണടച്ചേ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് ഏത് വിഷയത്തിലാണ് കരയുന്നത്, ഭാരപ്പെടുന്നത്, ഒറ്റപ്പെടുന്നത്? ഒരുപക്ഷെ നിന്നെക്കുറിച്ച് ചില ഇല്ലാ കഥകൾ നാട്ടിൽ പറയുന്നുണ്ടാവും, ഇടവകയിൽ പറയുന്നുണ്ടാവും, നിന്റെ കുടുംബത്തിൽ പറയുന്നുണ്ടാവും, നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ അവഗണിക്കുന്ന തരത്തിൽ പെരുമാറുന്നുണ്ടാവും, നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവും, നിന്നെ കരയിപ്പിക്കുന്നുണ്ടാവും. അത് നിന്റെ വീട്ടുകാരാവാം, നാട്ടുകാരാവാം, ചങ്കോളം സ്നേഹിച്ചാരുമാവാം. കരങ്ങൾ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി, ഇടതുകരം നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് അവരുടെ മുഖം മനസ്സിൽ കാണണം. നിന്നെ വിഷമിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്ന, നിന്നെ കോടതി കയറ്റുന്ന, നിന്നെ നാണം കെടുത്തുന്ന അവരുടെ മുഖം മനസ്സിൽ കാണണം. എന്നിട്ട് നീ നിന്നോട് തന്നെ പറയണം, ഇവരെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇവരെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. ഇവരെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പറഞ്ഞ വചനം ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കൈയടിച്ചോ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സങ്കീർത്തനം 118:5. സങ്കീർത്തനം 118:5 വചനത്തിൽ സുന്ദരമായൊരു വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 118:5. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ദുരിതങ്ങളിൽ, രോഗങ്ങളിൽ, കഷ്ടപ്പാടിൽ, വേദനകളിൽ പെട്ടുപോയി. എന്നാൽ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. നിന്റെ ഉള്ളിലുള്ള വിഷമം ആർക്ക് മനസ്സിലാകും? ദൈവത്തിന് മനസ്സിലാവും. ഒരൊറ്റ മനുഷ്യനും മനസ്സിലാകത്തില്ല, പക്ഷേ ദൈവത്തിന് നന്നായി മനസ്സിലാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 50-20 തിരുവചനത്തിൽ ജോസഫ് പറഞ്ഞത്, ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ, ഞെരുക്കം, അത് മക്കളിൽ നിന്നാവാം. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് മക്കളിൽ നിന്ന് ഒത്തിരി സഹിക്കുന്നവരുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ നീ വിശ്വസിക്കണം, ഇതെല്ലാം നന്മയാക്കി മാറ്റും. അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തകർച്ചയും കണ്ണുനീരും വിഷമവും ഇതെല്ലാം സംഭവിക്കുന്നത്. നിന്റെ ഉള്ളിലുള്ള സങ്കടം ദൈവത്തിന് നന്നായി അറിയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നിന്റെ സങ്കടങ്ങൾ എടുത്തുയർത്തി ദൈവത്തെ ആരാധിക്കണം. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വിഷയം നിന്റെ ഹൃദയത്തിലാണ് ഉറപ്പിക്കേണ്ടത്. ഇന്ന് നീ കടന്നു പോകുന്ന അനുഭവങ്ങൾ പൂർവ്വ യൗസേപ്പിനെ പോലെ നീയും ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം ദൈവം ഒരനുഗ്രഹമാക്കി മാറ്റും. പോട്ടാശ്രമത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മണ്ണിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഈ ഉയർത്തിപ്പിടിച്ച കരത്തിൽ എന്താ നിനക്കുള്ളത്? നിന്റെ കണ്ണുനീരും വിഷമവും ഒറ്റപ്പെട്ട അനുഭവങ്ങളും ഈ ഭൂമിയിൽ ആർക്കും മനസ്സിലാകാത്ത വിഷമങ്ങൾ കരങ്ങളിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, ഇത് മാത്രമേ എനിക്ക് നൽകാനുള്ളൂ.
നിന്റെ ദുരിതങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കണം. പൗലോസും സീലാസും തങ്ങളുടെ ദുരിതങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു, വാതിലുകൾ തുറക്കപ്പെട്ടു, അടിത്തറ ഇളകി. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കണ്ട, അടുത്ത ആര് നിൽക്കുന്നുവെന്നൊന്നും ചിന്തിക്കണ്ട. നീ നിൽക്കുന്ന സ്ഥലം ദൈവമൊരുക്കിയൊരു സ്ഥലത്താണ്, ദൈവമൊരുക്കിയ സ്ഥലത്താണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്ക്. ഒരുപക്ഷെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് പോലും പോകാൻ പറ്റാതെ വീടുകളിലിരുന്ന് കരയുന്നവരുണ്ട്. ദാ സ്വർഗത്തിലേക്ക് നീ കരങ്ങൾ ഉയർത്ത്. നിന്റെ ഉള്ളിലുള്ള സങ്കടം തമ്പുരാൻ കർത്താവിനറിയാം. സ്നേഹിക്കുന്നവർക്കെന്നും പറഞ്ഞ് മനസ്സിലാകുന്നില്ല. ജീവിത പങ്കാളി എന്നെ മനസ്സിലാകുമെന്ന് കരുതി, പക്ഷെ മനസ്സിലാക്കുന്നില്ല. മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന സങ്കടം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്ക്. നിന്റെ ദുരിതം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്ക്. പൗലോസും സീലാസും പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിക്ക്. നിന്റെ ദുരിതങ്ങൾ ഒരു സ്തുതിപ്പായിട്ട് മാറട്ടെ. സ്വർഗത്തിലെ ദൈവം നിന്റെ 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 കണ്ണുനീരിൽ ഇടപെടും. പൂർവ്വ ജോസഫ് പറഞ്ഞതുപോലെ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് നന്മയാക്കി മാറ്റി. കൈകൾ ഉയർത്തി, കൈകൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന സമയം ഈ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ, അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. കാൽവരി മലയിൽ എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ മരിച്ച യേശുവിന്റെ അത്ഭുത ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. നീ കരയുന്നിടത്ത്, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കുരിശ് അത് പുഷ്പിക്കും. അത് ഈസ്റ്ററാണ്. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പൂർവ്വ യൗസേപ്പിനെ പോലെ നീയും കടന്നു പോകുന്ന അനുഭവം കണ്ണുനീരിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, നിന്ദിക്കപ്പെടലിൻ്റെ, അവഗണനയുടെ, സങ്കടങ്ങളുടെ കൂടാരത്തിലായിരിക്കാം. ഇതാ സ്വർഗത്തിലെ ദൈവം ഇന്ന് നീ അനുഭവിക്കുന്ന അനുഭവങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. അതേ സാഹചര്യങ്ങളെ, അതേ വ്യക്തികളിൽ ദൈവം ഇടപെടും. നീ വിശ്വസിക്കുക. ഈ സമയം നീ ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇത് നമ്മളിൽ സംഭവിക്കട്ടെ. ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞ ആമേൻ, 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 ആമേൻ.